എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് സ്റ്റെം സ്റ്റിച്ച്. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയ സമയം മുതൽക്ക് ഒരു കുട്ടി നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് സ്റ്റെം സ്റ്റിച്ച് ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഇത് 1 by 1 ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ കാണിക്കാൻ ലേറ്റ് ആയത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ലൈനിൻ്റെ അറ്റത്ത് നിന്ന് നമ്മൾ സൂചിയിൽ 3 ഇഴ നൂല് തന്നെയാണ് ഇതിലും കോർക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ മാത്രമാണ് 6 ഇഴ നൂലെടുത്തത്. ബാക്കി ഇതുവരെ നമ്മൾ ചെയ്തതൊക്കെ 3 ഇഴ നൂലാണ്. അപ്പോൾ ഇതും 3 ഇഴ നൂല് തന്നെയാണ്. 3 ഇഴ നൂലിന് സൂചിയിൽ ഇതേപോലെ മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ത്രെഡ് മുകളിലേക്ക് പിടിക്കുക. ഞാൻ പിടിച്ചത് കണ്ടില്ല, അതുപോലെ മുകളിലേക്ക് പിടിച്ചിട്ട് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ, അതായത് സ്ക്രീനിൽ കാണുന്നത് പോലെ ഇതുപോലെ സൂചി ഒന്നും കൂടി എന്ത് വെച്ചാൽ നമ്മൾ ആദ്യം കുത്തിയെടുത്ത ആ ഭാഗത്തേക്ക് തന്നെ എടുക്കുക. എന്നിട്ട് വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ഓവർ ടൈറ്റാക്കിയിട്ടല്ല, വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നത്. കണ്ട് ഒന്നുകൂടി ശ്രദ്ധിക്കൂ. അതായത് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ മുകളിലേക്ക് പിടിക്കുക, എന്നിട്ട് ഇതുപോലെ ബാക്കോട്ടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതായത് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ, പക്ഷെ നമ്മൾ ഈ ത്രെഡിന് നമ്മളൊന്ന് മുകളിലേക്ക് പിടിക്കണം എന്ന് മാത്രം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുക. ഈ സ്റ്റിച്ച് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഈ ഒരു ത്രെഡ്, അതായത് നമ്മൾ ചെയ്യുമ്പോൾ ത്രെഡ് ഇതുപോലെ നിങ്ങളൊന്ന് മുകളിലേക്ക് ഇങ്ങനെ പിടിക്കണം. പിടിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രമാത്രം നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഈ സ്റ്റെം എന്നുള്ള വേർഡ് നിങ്ങൾക്കറിയാം, തണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മളിത് നോർമലായിട്ട് ചെയ്യുന്നത് നമ്മൾ ചെടികളെ തണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ മരത്തിൻ്റെ ചില്ലകളില്ല അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ നോർമലായിട്ട് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഒരുപാട് വളവുകളുള്ള അങ്ങനെയുള്ള പാറ്റേൺസ് ഒന്നും ചെയ്യാൻ ഒരിക്കലും സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ചെടികളെ തണ്ടുകൾ, അതുപോലെ തന്നെ നമ്മൾ മരങ്ങളെ ചില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ട്രീ ഒക്കെ നമ്മൾ ചെയ്യല്ലോ. ട്രീ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് അതിൻ്റെ ചില്ലകളും തണ്ടുകളും ഒക്കെ ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ നോർമലായിട്ട് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യുക. അല്ലാതെ നമുക്ക് ഒരുപാട് വളവുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് ഡിസൈൻസ് ഉള്ള പാറ്റേൺ ചെയ്യുമ്പോൾ ഒരിക്കലും സ്റ്റെം സ്റ്റിച്ച് നല്ല വൃത്തിയിൽ വരില്ല കേട്ടോ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സ്റ്റിച്ച് ബോർഡിൽ ലൈൻ വരച്ചിട്ട് ആ ലൈനിൽ മൊത്തമായിട്ട് ചെയ്തെടുക്കുക. ചെയ്തെടുത്തതിന് ശേഷം, അതായത് നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഒരു ഡിസൈൻ എടുത്തതിന് ശേഷം അത് മോട്ടീഫിലേക്ക് ചെയ്യാം. അപ്പോൾ മാത്രം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ മൊത്തമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തമായിട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ അവസാനം വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവസാനം വരുന്ന ഭാഗം നമ്മൾ ഒന്നുകൂടി ഉള്ളോട്ടേക്ക്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒന്നുകൂടി മുമ്പോട്ടേക്ക് കുത്തിയിട്ട് താഴോട്ടേക്ക് എടുക്കുക. താഴോട്ടേക്ക് എടുത്തതിന് ശേഷം തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ലോക്ക് ചെയ്തിട്ട് നമ്മൾ നിർത്തുക. ലോക്ക് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് ത്രെഡൊന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതേ സ്റ്റിച്ച് നമുക്കൊരു ഡിസൈൻ ആക്കിയിട്ട് എങ്ങനെയാണ് മോട്ടിഫിൽ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓൾറെഡി ഞാനിവിടെ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് കാണിക്കുന്നില്ല. ഇതിനോടകം നമ്മൾ ഒരുപാട് വീഡിയോയിൽ എങ്ങനെയാണ് വരയ്ക്കാൻ അറിയാത്തവർക്ക് വരയ്ക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇമേജസ് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെല്ലാ വീഡിയോസും അതിൻ്റെ അകത്ത് 1 by 1 ആയിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ട്രീ ആണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ട്രീ ചെയ്യാനാണ് കുറച്ചുകൂടെ നല്ലതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ലീഫൊന്നും എടുത്തിട്ടില്ല, വെറും ട്രീൻ്റെ ഇമേജ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യണതെന്ന് നോക്കാം. സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ത്രെഡ്, അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ത്രെഡ് ഇതുപോലെ നമ്മൾ മുകളിലേക്ക് പിടിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ത്രെഡ് ഇതുപോലെ നമ്മളൊന്ന് മുകളിലേക്ക് പിടിക്കണം എന്ന് വേണം. നമ്മൾ മുകളിലേക്ക് ഇതുപോലെ വിരൽ ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ പിടിച്ചു വെച്ചാൽ മതി. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് വിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പിന്നീട് ചെയ്യുമ്പോൾ, അതായത് ആദ്യം ചെയ്യുമ്പോൾ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും, പിന്നെ ചെയ്യുമ്പോൾ അത് എളുപ്പമായിട്ട് മാറും കേട്ടോ. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ഇമേജസ് അയച്ചു തന്നിട്ടുള്ള കുറേ ഇമേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ താഴെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുന്ന ഡിസൈൻ അതെന്തോ ആയിക്കോട്ടെ, ഏത് കളർ ക്ലോത്തിലും ആയിക്കോട്ടെ, കോട്ടൻ്റെ ക്ലോത്തിൽ ചെയ്യുക. കാരണം അത് നിങ്ങൾക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടൻ്റെ ക്ലോത്ത് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷിഫോണിലും നെറ്റിലും ഒക്കെ ചെയ്യാം. പക്ഷേ ആദ്യം തന്നെ അതിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്ര ഈസി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് കോട്ടൺ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള ഇമേജസ് അത് നമുക്ക് മെസ്സേജ് അയച്ചു തന്നാൽ, അതായത് DM ചെയ്ത് തന്നാൽ നമ്മളത്
വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഞാൻ ചില ആളുകളോടൊക്കെ ചോദിച്ചിരുന്നു ഞാൻ പേര് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പേർക്ക് പേര് പറയണതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഒരാളുടെ പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആരുടെയും പേരെടുത്ത് പറയാതെ ഇമേജസ് മാത്രം സൈഡിൽ കാണിക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഇമേജസ് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഒരുപാട് പേര് നമുക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരുടെയെങ്കിലും ഫോട്ടോ ഞാൻ ഉൾക്കൊള്ളിക്കാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിമിറ്റേഷൻസ് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എന്നോട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഇനി എന്തെങ്കിലും ഞാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ, ക്ലാസ് നന്നാവുന്നുണ്ടോ, അങ്ങനെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയറും കൂടി ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്താൽ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ട്രേ ഒക്കെ ചെയ്തെടുക്കാനും നല്ല ഭംഗിയായിരിക്കും ഇതേപോലെ ഈ ഒരു സ്റ്റിച്ചിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി പഠിക്കുമ്പോൾ ഓരോന്നിനും ഓരോ രീതിയാണ്. അതായത് ഫ്ലവർ ചെയ്യാൻ ഒരു സ്റ്റിച്ചാണ്, ട്രീ ചെയ്യാൻ ഒരു സ്റ്റിച്ചാണ്, ലീഫ് ചെയ്യാൻ വേറെ സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോന്നിനും ഓരോരോ സ്റ്റിച്ചസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 by 1 ആയിട്ട് പറഞ്ഞു പോകുന്നതും അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഒരു സ്റ്റിച്ചിനെ പറ്റി മാത്രം ഉൾക്കൊള്ളിക്കുന്നതും കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു.